ओम शांति शांति। ओम शांति शांति। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। शिव का कर लो ध्यान, आ रहा पावन पुण्य सवेरा। से आए अपने आप को जानो, राजयोग के द्वारा अपना परम पिता पहचानो। इसी राजपथ पर चलकर पालो अपना बसेरा। तुम हो आत्मा तन से न्यारे, परमात्मा को प्यारे। दिव्य गुणों को धारण करके योगी बनो दुलारे। ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। ओम शांति ओम शांति ओम शांति। ഓം ശാന്തി. ക്ഷണികമായ ലൗകിക ജീവിതത്തിൽ നിന്ന് അനശ്വരമായ ഒരു ലോകത്തിലേക്ക് എങ്ങനെ പോകാം എന്ന് കാലങ്ങളായിട്ട് മനുഷ്യർ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, മരണത്തിൽ നിന്ന് അമരത്വത്തിലേക്ക്, തമസിൽ നിന്ന് വെളിച്ചത്തിലേക്ക് തങ്ങളെ നയിക്കണമേ എന്ന് അവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് ലോകം മുഴുവൻ അന്ധകാരത്തിലാണ്. ഇപ്പോൾ ബാബ ഇന്ന് അന്ധകാരത്തിൽ ആണ്ട് കിടക്കുന്ന മനുഷ്യരെ എങ്ങനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകാം എന്നുള്ള യുക്തികൾ നമുക്ക് പറഞ്ഞു തരികയാണ്. ഡേറ്റ് 17/1/26. मीठे बच्चे, जब यह भारत स्वर्ग था तब तुम घोर सोच रहे में थे. अभी अंधियारा है, फिर सोच रहे में चलो. മധുരമായ കുട്ടികളെ, എപ്പോഴാണ് ഭാരതം സ്വർഗമായിരുന്നത്? എപ്പോഴാണ് ഭാരതം സ്വർഗമായിരുന്നത്? അപ്പോൾ നിങ്ങൾ നല്ല പ്രകാശത്തിലായിരുന്നു. അപ്പോൾ നിങ്ങൾ നല്ല പ്രകാശത്തിലായിരുന്നു.
ഇപ്പോൾ അന്ധകാരമാണ്, ഇപ്പോൾ അന്ധകാരമാണ്, വീണ്ടും പ്രകാശത്തിലേക്ക് പോകൂ. ഇപ്പോൾ അന്ധകാരമാണ്, വീണ്ടും പ്രകാശത്തിലേക്ക് പോകൂ. प्रश्न, बाप अपने बच्चों को कौन सी एक कहानी सुनाने आए हैं? ബാബ തൻ്റെ കുട്ടികൾക്ക് ഏതൊരു കഥ കേൾപ്പിച്ചു തരാനാണ് വന്നിരിക്കുന്നത്. ബാബ തൻ്റെ കുട്ടികൾക്ക് ഏതൊരു കഥ കേൾപ്പിച്ചു തരാനാണ് വന്നിരിക്കുന്നത്. उत्तर, बाबा कहते मीठे बच्चे मैं तुम्हें 84 जन्मों की कहानी सुनाता हूँ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഞാൻ നിങ്ങൾക്ക് 84 ജന്മങ്ങളുടെ കഥ കേൾപ്പിച്ചു തരികയാണ്. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഞാൻ നിങ്ങൾക്ക് 84 ജന്മങ്ങളുടെ കഥ കേൾപ്പിച്ചു തരികയാണ്. तुम जब पहले पहले जन्म में थे तो एक ही देवी धर्म था, फिर तुमने ही 2 युग के बाद बड़े बड़े मंदिर बनाए हैं. എപ്പോഴാണ് നിങ്ങൾ ആദ്യത്തെ ജന്മത്തിലുണ്ടായിരുന്നത്? എപ്പോഴാണ് നിങ്ങൾ ആദ്യത്തെ ജന്മത്തിലുണ്ടായിരുന്നത്? അപ്പോൾ ഒരേയൊരു ദേവീധർമ്മമായിരുന്നു. എപ്പോഴാണ് നിങ്ങൾ ആദ്യത്തെ ജന്മത്തിലുണ്ടായിരുന്നത്? അപ്പോൾ ഒരേയൊരു ദേവീ ധർമ്മമായിരുന്നു. പിന്നീട് 2 യുഗങ്ങൾക്ക് ശേഷം വലിയ വലിയ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി. പിന്നീട് 2 യുഗങ്ങൾക്ക് ശേഷം വലിയ വലിയ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി. ഭക്തി ശുരു കി ഹെ, ഭക്തി ആരംഭിച്ചു. സത്യുഗം ത്രേതായുഗത്തിന് ശേഷം എന്തു ചെയ്തു? നമ്മൾ ധാരാളം വലിയ വലിയ അമ്പലങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി, ഭക്തി ആരംഭിച്ചു. അഭി തുമാരാ യഹ് അന്ത് കെ ഭി അന്ത് കാ ജന്മ ഹെ, ഇപ്പോൾ നിങ്ങളുടേത് അവസാനത്തിലും വെച്ച് അവസാനത്തെ ജന്മമാകുന്നു. ഇപ്പോൾ നിങ്ങളുടേത് അവസാനത്തിലേതും വെച്ച് അവസാനത്തെ ജന്മമാകുന്നു. തുമ്നെ പുക്കാരാ ദുഃഖ ഹർത്ത സുഖ കർത്ത ആവോ അബ്മേം ആയാഹു, നിങ്ങൾ വിളിച്ചു ദുഃഖത്തെ ഹരിച്ച് സുഖം നൽകുന്നവനെ വരൂ എന്ന്. നിങ്ങൾ വിളിച്ചിരുന്നു ദുഃഖത്തെ ഹരിച്ച് സുഖം നൽകുന്നവനെ വരൂ എന്ന്. ഇപ്പോൾ ഞാൻ വന്നിരിക്കുകയാണ്, ഇപ്പോൾ ഞാൻ വന്നിരിക്കുകയാണ്. ബാബ ചോദിച്ചു, ഏത് കഥയാണ് കുട്ടികൾക്ക് ബാബ ഇന്ന് പറഞ്ഞു തരുന്നത്, കേൾപ്പിച്ചു തരാനാണ് ബാബ വന്നിരിക്കുന്നതെന്ന്. 84 ജന്മങ്ങളുടെ കഥ. ആദ്യത്തെ ജന്മത്തിൽ ഒരേയൊരു ധർമ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് 2 യുഗങ്ങൾക്ക് ശേഷം എന്തു ചെയ്തു? ധാരാളം അമ്പലങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി, ഭക്തി ആരംഭിച്ചു. ബാബ പറയുകയാണ്, ഇപ്പോൾ നിങ്ങളുടേത് ഏറ്റവും അവസാനത്തേതിലും വെച്ച് അവസാനത്തെ ജന്മമാണ്. ഈ സമയം നിങ്ങൾ ആ സമയം മുതലേ നമ്മൾ വിളിച്ചു തുടങ്ങി ദുഃഖത്തെ ഹരിച്ച് സുഖം നൽകുന്നവനെ വരൂ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഞാൻ വന്നിരിക്കുകയാണെന്ന് ബാബ പറയുകയാണ്. ഗീത് ആജ് അന്ധേരെ മേഹേ ഇൻസാൻ, ഇന്ന് എല്ലാ മനുഷ്യരും അന്ധകാരത്തിലാണ്. ഓം ശാന്തി. തും ബच्चे जानते हो अभी यह कलयुग की दुनिया है, सब अंधेरे में है. നിങ്ങൾ കുട്ടികൾ അറിയുന്നു, ഇപ്പോൾ ഇത് കലിയുഗി ലോകമാണ്, എല്ലാവരും അന്ധകാരത്തിലാണ്. പെഹലെ സോച്ച് രേ മേ ഥേ ജബ്കി ഭാരത് സ്വർഗ ഥാ. ആദ്യം നമ്മൾ പ്രകാശത്തിലായിരുന്നു. ഏത് സമയത്ത്? എപ്പോഴാണ് ഭാരതം സ്വർഗമായിരുന്നത്? ആ സമയത്ത് എല്ലാവരും പ്രകാശത്തിലായിരുന്നു. യഹി ഭാരത്വാസി ജോ അഭി അപ്നെ കോ ഹിന്ദു कहलाते हैं, യഹ് അസുൽ ദേവി ദേവതായം ഥേ. ഇതേ ഭാരതവാസികൾ തന്നെ ആരാണ് ഇപ്പോൾ സ്വയമിനെ ഹിന്ദു എന്ന് വിളിക്കുന്നത്? അവർ യഥാർത്ഥത്തിൽ ദേവീ ദേവതകളായിരുന്നു.
भारत में स्वर्गवासी थे जब और कोई धर्म नहीं था. ഭാരതത്തിൽ സ്വർഗവാസികൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എപ്പോഴാണോ യാതൊരു ധർമ്മവും ഉണ്ടാകാതിരുന്നത്. ആ സമയത്ത് ഒരേയൊരു ധർമ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും സ്വർഗവാസികളായിരുന്നു. एक ही धर्म था, स्वर्ग, वैकुंठ, बहिष्ठ, हेवन. यह सब इस भारत के नाम थे. ഒരേയൊരു ധർമ്മമായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. വ്യത്യസ്തമായ പേരുകളും കൂടിയുണ്ട്. ബാബ പറയുകയാണ് സ്വർഗമെന്നും വൈകുണ്ഠമെന്നും ബഹിഷ്ഠെന്നും ഹെവൻ എന്നുമെല്ലാം പാരഡൈസ് എന്നുമെല്ലാം ആ ഒരു ഭാരതത്തിൻ്റെ നാമത്തെയാണ്, വിവിധ നാമത്തെയാണ് പറയുന്നത്. ഭാരത് പവിത്ര ഓർ പ്രാചീൻ ധൻവാൻ ത. ഭാരതം പവിത്രവും പ്രാചീനവും ധനവാനുമായിരുന്നു. അഭി തോ ഭാരത് കങ്കാൽ ഹെ ക്യൂംകി അഭി കലിയുഗ് ഹെ. ഇപ്പോൾ ഭാരതം ദരിദ്രമാണ്. കാരണം എന്താണ്? ഭാരതം ഇപ്പോൾ കലിയുഗമാണ്. ഇപ്പോൾ കലിയുഗമാണ് ഭാരതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തും ജാൻതേ ഹോ ഹം അന്ധ്യാരെ മേ ഹെ, ജബ് സ്വർഗ മേ ഥേ തോ സോച്ച് രേ മേം ഥേ. നിങ്ങൾ അറിയുന്നു, ഇപ്പോൾ ഭാരതം, നമ്മൾ മുഴുവൻ മനുഷ്യരും അന്ധകാരത്തിലാണുള്ളത്. എപ്പോഴാണ് ഭാരതത്തിൽ സ്വർഗമുണ്ടായിരുന്നത്, ഭാരതം സ്വർഗമായിരുന്നത്, അപ്പോൾ നമ്മൾ പ്രകാശത്തിലാണ് ഉണ്ടായിരുന്നത്. स्वर्ग के രാജരാജേശ്വർ രാജരാജേശ്വരി ശ്രീ ലക്ഷ്മി നാരായൺ थे. സ്വർഗത്തിലെ രാജരാജേശ്വരൻ രാജരാജേശ്വരി ആരായിരുന്നു? ലക്ഷ്മി നാരായണനായിരുന്നു. ഉസ്കോ സുഖധാം കഹാ ജാത്താ ഹെ. ആ സ്വർഗത്തെ സുഖധാമമെന്ന് വിളിച്ചിരുന്നു. ബാപ് സേ ഹി തുംകോ സ്വർഗ കാ വർഷ ലേനാ ഹെ ജിസ്കോ ജീവൻ മുക്തി കഹാ ജാത്താ ഹെ. ബാബയിൽ നിന്നാണ് നിങ്ങൾക്ക് സ്വർഗത്തിൻ്റെ സ്വത്ത് എടുക്കേണ്ടത്. അതിനെ ജീവൻ മുക്തി എന്നുകൂടി പറയുന്നു. സുഖധാമമെന്നും ജീവൻ മുക്തിധാമമെന്നും പറയുന്നു. അഭി തോ സബ് ജീവൻ ബന്ധ മേ ഹെ, ഖാസ് ഭാരത് ഓർ ആം ദുനിയ രാവൺ കി ജയിൽ മേം ശോക് വാട്ടിക മേം ഹെ. ഇന്ന് മുഴുവൻ ഭാരതവും എല്ലാവരും ജീവിത ബന്ധനത്തിലാണുള്ളത്. വിശേഷം ഭാരതം, അതോടൊപ്പം മുഴുവൻ ലോകവും ഇന്ന് രാവണൻ്റെ ജയിലിലാണുള്ളത്, ശോകവാടികയിലാണ് ഉള്ളത്. ऐसे नहीं रावण सिर्फ लंका में था और राम भारत में था, उसने आकर सीता चुराए. ഇത്തരത്തിലല്ല രാവണൻ കേവലം ലങ്കയിലായിരുന്നു ഉണ്ടായിരുന്നത്, ശ്രീരാമൻ ഭാരതത്തിലാണ് ഉണ്ടായിരുന്നത്. രാവണൻ വന്ന് സീതയെ തട്ടിക്കൊണ്ടുപോയി. യഹ്തോ സഭേ ദന്ത് കഥായ. ബാബ പറയുകയാണ്, ഇതെല്ലാം വെറും കെട്ടുകഥകൾ മാത്രമാണ്. गीता है मुख्य सर्वशास्त्रमयी शिरोमणि श्रीमद अर्थात भगवान की सुनाई हुई है भारत में. ഗീതയാണ് മുഖ്യമായിട്ടുള്ളത്. ഗീതയെ നമ്മൾ സർവശാസ്ത്ര ശിരോമണി എന്ന് വിളിക്കാറുണ്ട്. അതിൻ്റെ അർത്ഥമാണ് ഭഗവാനാൽ കേൾപ്പിച്ചു തന്നത്. എവിടെ വെച്ചിട്ട്? ഭാരതത്തിൽ. മനുഷ്യ തോ കോയി കി സദ്ഗതി കർ നഹീ സക്തെ. സത്യുഗ് മേ ഥേ ജീവൻ മുക്ത ദേവി ദേവതായും ജിനോനെ യഹ് വർഷ കലിയുഗ് അന്തമേം പായാഥ. മനുഷ്യർക്കാർക്കും ആരുടെയും സദ്ഗതി ചെയ്യാൻ സാധ്യമല്ല. സത്യുഗത്തിൽ ജീവൻ മുക്തരായിട്ടുള്ള ദേവീ ദേവതകളാണ് ഉണ്ടായിരുന്നത്. ആരാണോ ഈ സ്വത്ത് കലിയുഗത്തിൻ്റെ അന്ത്യത്തിൽ അവസാനത്തിൽ പ്രാപിച്ചത്, ആ ദേവീ ദേവതകളാണ് എവിടെയുള്ളത്? സത്യുഗത്തിലുള്ളത്. ഭാരത്വാസിയോം കോ യഹ് പതാ നഹി ന കോയി ശാസ്ത്രോ മേം ഹെ. പക്ഷേ ഇത് ഭാരതവാസികൾക്കറിയില്ല, ശാസ്ത്രങ്ങളിൽ കൂടി നമുക്ക് കാണാൻ സാധ്യമല്ല. ശാസ്ത്രോ മേ ഹെ ഭക്തിമാർഗ ജ്ഞാൻ. ശാസ്ത്രങ്ങളിൽ എന്താണുള്ളത്? ഭക്തിമാർഗത്തിൻ്റെ ജ്ഞാനമാണ് ഉള്ളത്. സദ്ഗതി മാർഗ കാ ജ്ഞാൻ മനുഷ്യ മാത്രമേ ബിൽക്കുൽ ഹേ നഹി. സദ്ഗതി മാർഗത്തിൻ്റെ ജ്ഞാനം മനുഷ്യരിൽ ആർക്കും ഇല്ല. യഹ് സബ് ഭക്തി സിഖ്ലാനെ വാലെ ഹേ കഹെങ്കെ ശാസ്ത്ര പഠോ ദാൻ പുണ്യ കരോ. എല്ലാവരും ഭക്തി നമുക്ക് പഠിപ്പിച്ചു തരുന്നവരാണ്. ഇങ്ങനെ പറയും, ശാസ്ത്രം പഠിക്കൂ, ദാനപുണ്യങ്ങൾ ചെയ്യൂ എന്ന്. യഹ് ഭക്തി ദ്വാപർ സെ ചലി ആത്തി ഹേ. ഈ ഭക്തി എവിടെ നിന്ന് തുടങ്ങുന്നു? ദ്വാപരയുഗം മുതൽ ഈ ഭക്തി തുടങ്ങുന്നു. സത്യുഗ് ഓർ ത്രേതാ മേ ഹേ ജ്ഞാൻ കി പ്രാലബ്ധ. സത്യുഗത്തിലും ത്രേതായുഗത്തിലും ജ്ഞാനത്തിൻ്റെ പ്രാലബ്ധമാണ് ഉള്ളത്. ऐसे नहीं कि वहाँ भी यह ज्ञान चलता आता है. ഇത്തരത്തിലല്ല, അവിടെയും കൂടി ഈ ജ്ഞാനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമെന്ന്. यह जो वर्षा भारत को था वह बाप से संगम युग पर ही मिला था जो फिर अभी तुमको मिल रहा है. ഈ സ്വത്ത്, ഭാരതത്തിലുണ്ടായിരുന്ന ഈ സ്വത്ത്
ഏതാണോ ബാബയിൽ നിന്ന് സംഗമയുഗത്തിൽ പ്രാപിച്ചത്, ഭാരതത്തിലുണ്ടായിരുന്ന ഈ സ്വത്ത് ഏതാണോ സംഗമയുഗത്തിൽ ബാബയിൽ നിന്ന് പ്രാപിച്ചത്, അതിപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. भारतवासी जब नरकवासी बेहद दुखी बन जाते हैं तब पुकारते हैं हे पतित पावन दुःഖഹർത്താ സുഖകർത്താ. ഭാരതവാസികൾ എപ്പോഴാണോ നരകവാസികൾ ഏറ്റവും അധികം പരിധിയില്ലാത്ത ദുഃഖികളായി മാറുന്നത്, അപ്പോഴിങ്ങനെ വിളിക്കുന്നു, ഹേ പതിത പാവന ദുഃഖഹർത്ത വരൂ എന്ന്. കിസ്കാ സർവകാ ക്യോംകി ഭാരത് ഖാസ് ദുനിയ ആം സബ്മേം പാഞ്ച് വികാരം. ഏതിൻ്റെ എന്ന് ബാബ ചോദിക്കുകയാണ്. സർവരുടെയും, അതായത് കാരണം എന്താണ്, ഭാരതം, വിശേഷം ഭാരതം മുഴുവൻ ലോകത്തിലും എല്ലാവരും വികാരികളാണ്. 5 വികാരങ്ങൾ എല്ലാവരിലുമുണ്ട്. बाप है पतित पावन, बाप कहते हैं मैं कल्प 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 के संगम पर आता हूँ. ബാബയാരാണ്? പതിത പാവനാണ്. ബാബ പറയുകയാണ്, ഞാൻ ഓരോ കൽപ്പത്തിൻ്റെയും അന്ത്യത്തിൽ കൽപ്പത്തിൻ്റെ സംഗമയുഗത്തിലാണ് വരുന്നത് എന്ന്. സർവകാ സദ്ഗതി ദാത ബൻതാഹും. വന്നിട്ട് ആരായി മാറുന്നു? എല്ലാവരുടെയും സദ്ഗതി ദാതാവായി മാറുന്നു. अहल्याएं गणिकाएं और जो गुरु लोग हैं उन सबका उद्धार मुझे ही करना पड़ता क्योंकि यह तो है ही पतित दुनिया. മുഴുവൻ ലോകവും പതിതമായിരിക്കുകയാണ്. അതുകൊണ്ട് ബാബ പറയുകയാണ്, അഹല്യകളുടെയും വേശ്യകളുടെയും ഗുരുക്കന്മാരുടെയും എല്ലാം ഉദ്ധാരം ഞാനാണ്, എല്ലാവരെയും ഉദ്ധരിക്കുന്നതും കൂടി ഞാനാണ്. കാരണം ഈ ലോകം മുഴുവൻ പതിത ലോകമാണ്. पावन दुनिया सत्युग को कहा जाता है. भारत में इन ലക്ഷ്മി നാരായൺ का राज्य था. പാവന ലോകം എന്ന് സത്യുഗത്തെയാണ് പറയുന്നത്. ഭാരതത്തിൽ ഇത് ലക്ഷ്മി നാരായണൻ്റെ രാജ്യമായിരുന്നു. ഭാരത്വാസി യഹ് नहीं जानते कि यह स्वर्ग के मालिक थे. ഭാരതവാസികൾ ഇത് അറിയുന്നില്ല, അതായത് ഇവർ ലക്ഷ്മി നാരായണന്മാർ സ്വർഗത്തിൻ്റെ അധികാരികളായിരുന്നു എന്ന്. പതിത് ഖണ്ഡ് മാന ചൂട്ട് ഖണ്ഡ്, പാവൻ ഖണ്ഡ് മാന സച്ച് ഖണ്ഡ്. പതിതഖണ്ഡം എന്നാൽ അർത്ഥമാണ് അസത്യമായിട്ടുള്ള ഖണ്ഡം, പാവനഖണ്ഡമാണ് സത്യമായ ഖണ്ഡം. ഭാരത് പാവൻ ഖണ്ഡ് താ, യഹ് ഭാരത് ഹെ അവിനാശി ഖണ്ഡ് ജോ കഭി വിനാശ് നഹി ഹോത്ത. ഭാരതം പാവനഖണ്ഡമായിരുന്നു. ഈ ഭാരതം എന്താണ്? പാവനഖണ്ഡമാണ്, അവിനാശി ഖണ്ഡം കൂടിയാണ്. അതിനൊരിക്കലും വിനാശം സംഭവിക്കുന്നേയില്ല. जब इनका यानी ലക്ഷ്മി നാരായൺ का राज्य था तो और कोई खंड थे नहीं. എപ്പോഴാണോ ഇവരുടേത്, അതായത് ലക്ഷ്മി നാരായണന്മാരുടെ രാജ്യമുണ്ടായിരുന്നത്, അപ്പോൾ മറ്റൊരു ഖണ്ഡവും അവിടെ ഉണ്ടായിരുന്നില്ല. യഹ് സബി ബാത് മേം ആത്തെ, ഇവരെല്ലാവരും പിന്നീടാണ് വരുന്നത്. मनुष्यों ने तो कल्प लाख वर्षों का लिख दिया है. बाप कहते हैं कल्प की आयु 5000 वर्ष है. മനുഷ്യർ കൽപ്പത്തെ ലക്ഷക്കണക്കിന് വർഷമായിട്ട് കാണിച്ചിരിക്കുന്നു. ആയുസ്സിനെ അത്രയധികം ദൈർഘ്യമേറിയതായിട്ട് മനുഷ്യർ കാണിച്ചിരിക്കുന്നു. ബാബ പറയുകയാണ്, കൽപ്പത്തിൻ്റെ ആയുസ് 5000 വർഷങ്ങൾ മാത്രമാണ് എന്ന്. വഹ് ഫിർ കഹദേത്തെ മനുഷ്യ 84 लाख ജന്മ ലേത്തെ. രണ്ടാമത്തെ കാര്യം, മനുഷ്യർ എന്താ പറയുന്നത്? അത്രയധികം വലുതാണ് എന്ന് പറയുന്നുണ്ട്, ലക്ഷക്കണക്കിന് വർഷമുണ്ടെന്ന് പറയുന്നുണ്ട്, പിന്നീട് 84 ലക്ഷം ജന്മങ്ങൾ എടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. മനുഷ്യക്കോ കുത്ത ബില്ലി ഗധ ആദി സബ് ബനാ ദിയാ ഹെ. മനുഷ്യരെ തന്നെ നായയും പൂച്ചയും കഴുതയും ഒക്കെയാക്കി മാറ്റിയിരിക്കുന്നു. परंतु कुत्ते बिल्ली का जन्म अलग है, 84 लाख വെറൈറ്റി है. പക്ഷേ നായയുടെയും പൂച്ചയുടെയും ഒക്കെ ജന്മം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. അതിലും തന്നെ 84 ലക്ഷം എന്ന് പറയുന്ന വ്യത്യസ്തമാണ്, വെറൈറ്റി ആയിട്ടുണ്ട്. മനുഷ്യോം കീത്തോ വെറൈറ്റി ഏകി ഹെ. മനുഷ്യരുടെ വെറൈറ്റി എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. ഉൻകെ ഹി 84 ജന്മ ഹെ. മനുഷ്യരുടേതാണ് 84 ജന്മങ്ങളുള്ളത്. बाप कहते हैं भारतवासी अपने धर्म को ड्रामा प्लान अनुसार भूल गए हैं. ബാബ പറയുകയാണ്, ഭാരതവാസികൾ തങ്ങളുടെ ജന്മത്തെ, ധർമ്മത്തെ എന്ത് ചെയ്യുന്നിരിക്കുന്നു? ഡ്രാമ പ്ലാൻ അനുസരിച്ച് അവർ മറന്നുപോയിരിക്കുകയാണ്. കലിയുഗ് അന്തമേം ബിൽക്കുൽ ഹി പതിത് ബൻ പടേഹേം. കലിയുഗ അവസാനം അവർ തികച്ചും പതിതമായിരിക്കുകയാണ്. फिर बाप संगम पर आकर पावन बनाते हैं. इसको कहा जाता है दुखधाम, फिर भारत सुखधाम होगा. പിന്നീട് ബാബ എന്ത് ചെയ്യുന്നു? സംഗമയുഗത്തിൽ വന്നിട്ട് എല്ലാവരെയും പാവനരാക്കി മാറ്റുന്നു. ഇതിനെ തന്നെ പറയുന്നു ദുഃഖധാമമെന്ന്. പിന്നീട് ഭാരതം എന്തായി മാറും? സുഖധാമമായിട്ട് മാറും.
बाप कहते हैं, हे बच्चों, तुम भारतवासी स्वर्गवासी थे, फिर तुम 84 जन्मों की सीढ़ी उतरते हो. ബാബ പറയുകയാണ്, ഈ കുട്ടികളെ, നിങ്ങൾ ഭാരതവാസികൾ സ്വർഗവാസികളായിരുന്നു, പിന്നീട് 84 ജന്മങ്ങളുടെ ഈ ഏണിപ്പടി താഴോട്ടേക്ക് ഇറങ്ങി വരികയാണ്. സതോ സെ രജോ തമോ മേം സരൂർ ആനാ ഹെ. സതോ പ്രധാന അവസ്ഥയിൽ, സതോ അവസ്ഥയിൽ നിന്ന് രജോ അവസ്ഥയിലേക്ക് വരണം, പിന്നീട് തമോ അവസ്ഥയിലേക്ക് വരണം. തീർച്ചയായിട്ടും വരേണ്ടതാണ്. തും ആ ദേവതാവും ജൈസാ ധൻവാൻ, എവർ ഹാപ്പി, എവർ ഹെൽത്തി, വെൽത്തി, കോയി നെഹി ഹോത്ത. നിങ്ങൾ ദേവതകളെ പോലെ, ബാബ ഇപ്പോൾ നമ്മളെ ദേവതകളെന്ന് വിശേഷിപ്പിക്കുകയാണ്. അപ്പോൾ ദേവതകളെ പോലെ ധനവാന്മാർ, സദാ സന്തോഷമുള്ളവർ, സദാ ആരോഗ്യം ഉള്ളവർ, സദാ ധനം, അതായത് ധനം അത്രയും നിറച്ചതായിട്ട്, അത്രയും നിറഞ്ഞ അവസ്ഥയിലുള്ളവർ വേറെ ആരും തന്നെയില്ല. ഭാരത് കിത്തനാ സാഹുകാർ താ, ഹീരെ ജവാഹരത്തോ പത്ഥരോ മിസൽ തേ. ഭാരതം എത്ര ധനവാനായിരുന്നു ആ സമയത്ത്, എപ്പോൾ? സത്യുഗത്തിൽ. അവിടെ വജ്രങ്ങളും വൈഡൂര്യങ്ങളുമെല്ലാം അത്രയും സുലഭമായിരുന്നു, അത്രയും ധാരാളമായിട്ട് നമുക്ക് ലഭിക്കുമായിരുന്നു. ഏതുപോലെ ഇന്ന് കല്ലുകൾ ലഭിക്കുന്നത് പോലെ അത്രയും സുലഭമായിരുന്നു വൈരങ്ങളും വൈഡൂര്യങ്ങളുമെല്ലാം, വജ്രങ്ങളുമെല്ലാം. 2 युग बाद ഭക്തി മാർഗ് മേം ഇത്തനെ ബഡേ ബഡേ മന്ദിർ ബനാത്തെ ഹെ. ബാബ സത്യുഗത്തിൽ നിന്നിപ്പോൾ താഴെ നമ്മളെ ഇറക്കുകയാണ്. 2 യുഗങ്ങൾ കഴിഞ്ഞു. ഈ 2 യുഗങ്ങൾ കഴിഞ്ഞപ്പോൾ ഭക്തിമാർഗത്തിൽ അത്രയും വലിയ അമ്പലങ്ങൾ ഉണ്ടാക്കി വന്നു. വഹ് ബി കിത്തനി ഭാരി മന്ദിർ ബനായ, എത്രയും വലിയ അമ്പലങ്ങളാണ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. സോമനാഥ് കാ മന്ദിർ ബഡേ സെ ബഡാ ഥാ. സോമനാഥ ക്ഷേത്രം, അതായത് ആദ്യമുണ്ടായത്, അത് ഏറ്റവും വലിയ അമ്പലമായിരുന്നു. സിർഫ് ഏക് മന്ദിർ തോ നിഹി ഹോഗാന, ഓർ ഭി രാജാവും കെ മന്ദിർ ഥേ. രാജാക്കന്മാർ ധാരാളം മന്ദിരങ്ങളെല്ലാം ഉണ്ടാക്കിയല്ലോ, അതിൽ ഒരേ ഒരു മന്ദിരം മാത്രമല്ല, അമ്പലം മാത്രമല്ല ഉണ്ടാകുന്നത്, ധാരാളം അമ്പലങ്ങൾ ഉണ്ടാക്കിയിരുന്നു. കിത്ന ലൂട്ട് കർ ലേ ഗയേ ഹം, എത്ര മന്ദിരങ്ങളിലുള്ള എല്ലാമാണ് കൊള്ളയടിച്ച് കൊണ്ടുപോയത്. ബാപ് തും ബച്ചോം കോ സ്മൃതി ദിലാത്തെ ഹേ, തുംകോ കിത്ന സാഹുകാർ ബനായാ ഥാ. ബാബ കുട്ടികൾക്ക് സ്മൃതി നൽകിച്ചു തരികയാണ്, എത്ര ധനവാനാക്കി മാറ്റിയിരുന്നു ഞാനെന്ന്. തും സർവഗുണ സമ്പന്ന 16 കലാ സമ്പൂർണ്ണ ഥേ യഥാ രാജ മഹാരാജ മഹാറാണി. നിങ്ങൾ സർവഗുണ സമ്പന്നരായിരുന്നു, 16 കലാ സമ്പൂർണരായിരുന്നു. നമ്മളെ രാജമഹാരാജ മഹാറാണി എന്ന് വിശേഷിപ്പിച്ചിരുന്നു. ഉനോം കോ ഭഗവാൻ ഭഗവതി ബി കഹ സക്തേ ഹെ. ബാബ പറയുന്നു, ആ മഹാരാജാവിനെയും മഹാറാണിയെയും എല്ലാം ഭഗവാൻ ഭഗവതി എന്നുകൂടി നമുക്ക് വിളിക്കാൻ സാധിക്കും. അത്രയും അധികം സദോ പ്രധാന അവസ്ഥയിൽ ഉള്ളവരായിരുന്നു അവർ. പരന്തു ബാപ്നെ സംജായാ ഹേ ഭഗവാൻ ഏക് ഹേ വഹ് ബാപ് ഹേ. പക്ഷേ ബാബ നമുക്ക് മനസ്സിലാക്കി തരികയാണ്, ഭഗവാൻ എന്നത് ഒരേ ഒരാൾ മാത്രമാണ്. ഭഗവാൻ ഭഗവതി എന്നെല്ലാം നമുക്ക് വിളിക്കാമെന്ന് ബാബ പറഞ്ഞു. പക്ഷെ ബാബ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, ഭഗവാൻ എന്ന് പറയുന്നത് ഒരേ ഒരാൾ മാത്രമാണ്, അത് നമ്മുടെ അച്ഛൻ കൂടിയാണ്. സിർഫ് ഈശ്വർ വ പ്രഭു കഹനെ സെ ഭി യാദ് नहीं आता कि वह सभी आत्माओं का बाप है. കേവലം ഈശ്വരൻ എന്നോ ഭഗവാൻ എന്നോ വിളിക്കുന്നത് കൊണ്ട് മാത്രം ഇത് ഓർമ്മയിൽ വരുന്നില്ല. അതായത് ഇവർ എല്ലാവരുടെയും, സർവാത്മാക്കളുടെയും അച്ഛനാണ് എന്ന് ഓർമ്മയിൽ വരുന്നില്ല. ബാപ് കഹാനി ബൈറ്റ് സുനാത്തെ. ഈ കാര്യം ഓർമ്മയിൽ വരാത്തത് കാരണം, നമ്മൾ മറന്നു പോയത് കൊണ്ട് ആണ് ബാബ എന്ത് ചെയ്യുന്നത്, ഇരുന്ന് നമുക്ക് കഥ രൂപത്തിൽ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത്. ബാബ നേരത്തെ ചോദിച്ചു, 84 എന്തിൻ്റെ കഥയാണ് ബാബ കേൾപ്പിച്ച് തരുന്നത് എന്ന്. 84 ജന്മങ്ങളുടെ കഥ. ആരംഭത്തിൽ എങ്ങനെയുണ്ടായിരുന്നു, പിന്നീട് 2 യുഗങ്ങൾക്ക് ശേഷം എന്തൊക്കെ ആരംഭിച്ചു, അമ്പലങ്ങളുണ്ടാക്കി എന്നെല്ലാം. ഇപ്പോൾ അവസാനം കലിയുഗം എത്തിയപ്പോൾ മനുഷ്യരെല്ലാവരും ഭഗവാനെ അത്രയും അധികം പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതായത് ദുഃഖത്തെ ഹരിച്ച് സുഖം നൽകുന്നവനെ വരൂ എന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ തുടങ്ങി. ബാബ പറയുകയാണ്, ഞാൻ ഈ സമയത്ത് വന്നിരിക്കുന്നു എന്ന്. ഭാരത്വാസി യഹ് ഭൂൽ ഗയേ ഹേ ഏക് ഹി ബാത് നഹി ഹേ ന കോയി യുദ്ധ കാ മൈദാൻ ആദി ഹേ. ഭാരതവാസികൾ ഇതെല്ലാം മറന്നുപോയിരിക്കുകയാണ്. ഒരേയൊരു കാര്യം മാത്രമല്ല, ഇത് യുദ്ധ മൈതാനിയും അല്ല എന്ന്. സത്യുഗ് की ആയു ലംബി കർ ദേനെ സെ ബഹുത് ദൂർ ലേ ഗയേ ഹേ. സത്യുഗത്തിൻ്റെ ആയുസ്സും കൂടി വലുതാക്കിയാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ബാബ പറയുകയാണ്, വളരെ ദൂരത്തേക്കാണ് മനുഷ്യരെന്ത് ചെയ്തിരിക്കുന്നത്, കൊണ്ടുപോയിരിക്കുന്നത്.
बाप आकर समझाते हैं मनुष्यों को भगवान नहीं कह सकते, मनुष्य किसी की सद्गति नहीं कर सकते. ബാബ വന്ന് മനസ്സിലാക്കി തരികയാണ്, മനുഷ്യരെ ഒരിക്കലും ഭഗവാൻ എന്ന് പറയുകയില്ല, മനുഷ്യരെ ഒരിക്കലും സദ്ഗതി ദാതാവെന്ന് വിളിക്കാൻ കൂടി സാധ്യമല്ല. കഹാവത് ഹേ സർവ കാ സദ്ഗതി ദാതാ പതിതോം കാ പാവൻ കർത്ത ഏക് ഹേ. ഇങ്ങനെ ഒരു ചൊല്ലുണ്ട്. അതായത് സർവരുടെയും സദ്ഗതി ദാതാവ്, പതിതരുടെയും പാവനമാക്കി തീർക്കുന്ന പാവന കർത്താവ് ഒരേ ഒരാൾ മാത്രമാണ്. ഏക് ഹി സച്ച ബാബ ഹേ ജോ സച്ച്ഖണ്ഡ് കി സ്ഥാപന കർണേ വാല ഹേ. ഒരേയൊരു സത്യമായിട്ടുള്ള ബാബയാണുള്ളത്. ആ ബാബ തന്നെയാണ് സത്യഖണ്ഡത്തിൻ്റെ സ്ഥാപന ചെയ്യുന്നത്. पूजा भी करते हैं परंतु भक्ति मार्ग में तुम जिसकी पूजा करते आए हो एक की भी बायोग्राफी को नहीं जानते, इसलिए बाबा समझाते हैं तुम शिव जयंती तो मनाते हो ना. പൂജ ചെയ്യുന്നുണ്ട് ഭക്തിമാർഗത്തിൽ, പക്ഷേ ഭക്തിമാർഗത്തിൽ നിങ്ങൾ ആരുടെയെല്ലാമാണ് പൂജ ചെയ്തിരിക്കുന്നത്, അവരുടെ ആരുടെയും ജീവചരിത്രങ്ങൾ കൂടി നിങ്ങൾ അറിയുന്നില്ല, ജീവചരിത്രം അറിയുന്നില്ല. അതുകൊണ്ടാണ് ബാബ നമുക്ക് മനസ്സിലാക്കി തരുന്നത് നിങ്ങൾ ശിവജയന്തി ആഘോഷിക്കുന്നുണ്ടല്ലോ എന്ന്. ബാബേ നെയ് ദുനിയാക്ക രചയിത ഹെവൻലി ഗോഡ് ഫാദർ. ഇപ്പോൾ ശിവജയന്തി എന്നുള്ള ഉത്സവം നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ നമ്മൾ ബാബയുടെ ഭഗവാന്റെ ജീവചരിത്രത്തെ നമ്മൾ മനസ്സിലാക്കുന്നു. എപ്പോഴാണ് ഭഗവാൻ അവതരിച്ചത് എന്ന് നമുക്ക് മനസ്സിലായി അത് ആഘോഷിക്കുമ്പോൾ തന്നെ. ബാബ പറയുകയാണ്, ഇത് ബാബ ആരാകുന്നു? പുതിയ ലോകത്തിൻ്റെ രചയിതാവാകുന്നു, ഈശ്വരീയ പിതാവാകുന്നു, ഹെവൻലി സ്വർഗത്തിൻ്റെ ഗോഡ് ഫാദർ ആകുന്നു, പിതാവാകുന്നു. ബേഹദ് സുഖ് ദേനേവാല, പരിധിയില്ലാത്ത സുഖം നൽകുന്നവനാകുന്നു. സത്യുഗ് മേം ബഹോത് സുഖ് താ വഹ് കൈസെ ഓർ കിസ്നെ സ്ഥാപൻ കിയ. ബാബ ചോദിക്കുകയാണ്, സത്യുഗത്തിൽ വളരെയധികം സുഖമുണ്ടായിരുന്നു, അത് ആര് എങ്ങനെ സ്ഥാപിച്ചുവെന്ന്. യഹ് ബാബ് ഭി ബൈഠ് സംജാത്തെ ഹേ നരകവാസി കോ ആകർ സ്വർഗവാസി बनाना या भ्रष्टाचारियों को श्रेष्ठाचारी देवता बनाना, यह तो बाप का ही काम है. ഇതെല്ലാം ബാബ ഇരുന്ന് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. നരകവാസികളെ വന്നിട്ട് സ്വർഗവാസികളാക്കി മാറ്റുക, ഭ്രഷ്ടാചാരികളെ ശ്രേഷ്ഠാചാരികളാക്കി ശ്രേഷ്ഠാചാരി ദേവതകളാക്കുക, ഇതെല്ലാം ബാബയുടെ കർത്തവ്യമാണ്. ബാബ് കഹത്തെ ഹേ മേ തും ബച്ചോം കോ പാവൻ ബനാത്താ ഹൂം. ബാബ പറയുകയാണ്, ഞാൻ നിങ്ങളെ ആരാക്കി മാറ്റുന്നു? പാവനമാക്കി മാറ്റുന്നു. തും സ്വർഗക്കെ മാലിക് ബൻതേ ഹോ, നിങ്ങൾ സ്വർഗത്തിൻ്റെ അധികാരികളായി മാറുന്നു. തുംകോ പതിത് കോൺ ബനാത്തേ ഹേ. ബാബ ചോദിക്കുകയാണ്, നിങ്ങളെ ആരാണ് പതിതമാക്കി മാറ്റുന്നത്? യഹ് രാവൺ, ഈ രാവണനാണ് പതിതമാക്കി മാറ്റിയത്. മനുഷ്യ കഹദേത്തെ ദുഃഖ് ഭി ഈശ്വർ ഹി ദേത്തെ ഹെ. മനുഷ്യർ പറയുന്നു ദുഃഖം കൂടി നൽകുന്നത് ആരാണ്? ഈശ്വരനാണെന്ന് പറയുന്നു. അതും കൂടി വലിയ തെറ്റാണ്. ധാരാളം തെറ്റുകളെ പറ്റി ബാബ ഇന്ന് പറഞ്ഞു തന്നു. കൽപ്പത്തിൻ്റെ ആയുസ് അനേക ലക്ഷക്കണക്കിന് വർഷങ്ങളുണ്ടെന്ന് മനുഷ്യർ പറയുന്നു. ജന്മങ്ങൾ 84 ലക്ഷം ജന്മങ്ങളുണ്ടെന്ന് പറയുന്നു. അതേപോലെ നായയിലും പൂച്ചയിലും കഴുതയിലും എല്ലാം ആരുണ്ട്? എല്ലാം മനുഷ്യരുണ്ട്, മനുഷ്യരാണ് അതെല്ലാം എന്നൊക്കെ പറയുന്നുണ്ട്. മനുഷ്യരുടെ ജന്മങ്ങൾ എടുത്തു വന്നിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിലെല്ലാം ഭഗവാനുണ്ട് എന്നുകൂടി മനുഷ്യർ തെറ്റായിട്ട് പറഞ്ഞു തന്നു. പിന്നീട് ഇപ്പോൾ പറയുകയാണ്, മനുഷ്യരിങ്ങനെ പറയുന്നു ദുഃഖം കൂടി ഈശ്വരനാണ് നൽകുന്നതെന്ന് വലിയൊരു തെറ്റ് പറയുന്നു. ബാബ് കഹത്തെ ഹേ മേ തോ സഭി കോ ഇത്തനാ സുഖ് ദേത്താ ഹൂ ജോ ഫിർ ആധാ കൽപ്പ് തും ബാബ് കാ സ്മരൺ നഹി കരെങ്കെ. ബാബ പറയുകയാണ്, ഞാൻ ദുഃഖം ഒരിക്കലും നൽകുന്നില്ല, മറിച്ച് അത്രയും അധികം സുഖമാണ് ഞാൻ നൽകുന്നത്. അതായത് അരകൽപ്പം നിങ്ങൾക്ക് ഈശ്വരനെ സ്മരിക്കേണ്ട ആവശ്യം കൂടി വരുന്നില്ല, അളവറ്റ സുഖമാണുള്ളത്. ഫിർ ജബ് രാവൺ രാജ്യ ഹോത്താ ഹേ തോ സബ്കി പൂജ കർണേ ലഗ് പട്തേ ഹേ. പിന്നീട് എപ്പോഴാണോ രാവണ രാജ്യം ഉണ്ടാകുന്നത് അപ്പോഴെന്ത് ചെയ്യുന്നു? എല്ലാവരുടെയും പൂജ ചെയ്യാൻ ആരംഭിക്കുന്നു. യഹേ തുമാര ബഹോത് ജന്മം കെ അന്ത് കാ ജന്മ. ഇത് നിങ്ങളുടെ അവസാനത്തെ, ഏറ്റവും അവസാനത്തെ ജന്മമാണ്. कहते हैं बाबा कितने जन्म हमने लिए? बाबा कहते हैं मीठे मीठे भारतवासियों, हे आत्माओं, अब तुमको बेहद का वर्षा देता हूँ. बच्चे तुमने 84 जन्म लिए हैं. ഇങ്ങനെ ചോദിക്കും കുട്ടികൾ.
ബാബ ഞങ്ങൾ എത്ര ജന്മങ്ങളാണ് എടുത്തു വന്നതെന്ന്. അപ്പോൾ ബാബ എന്തു പറയുന്നു? മധുര ഭാരതവാസി കുട്ടികളെ, ആത്മാക്കളെ ഞാൻ നിങ്ങൾക്ക് പരിധിയില്ലാത്ത സ്വത്ത് നൽകുന്നു. കുട്ടികളെ, നിങ്ങൾക്ക് 84 ജന്മങ്ങളാണ് ഉള്ളത്. അഭി തും 21 ജന്മ കെ ലിയെ ബാപ് സെ വർഷ ലേനെ ആയേ ഹോ. ഇപ്പോൾ നിങ്ങൾ 21 ജന്മങ്ങളിലേക്ക് വേണ്ടി ബാബയിൽ നിന്ന് സ്വത്ത് എടുക്കാനാണ് വന്നിരിക്കുന്നത്. सभी तो इकट्ठे नहीं आएंगे. तुम ही सतयुग का सूर्यवंशी पद फिर से लेते हो, अर्थात सच्चे सत्य बाबा से सत्य नर से नारायण बनने का ज्ञान सुनते हो. എല്ലാവരും ഒരുമിച്ച് അവിടെ വരുന്നില്ല. 9 ലക്ഷം പേരാണല്ലോ അവിടെ ഉണ്ടാകുക. അപ്പോൾ ബാബ പറയുകയാണ്, എല്ലാവരും ഒരുമിച്ച് അവിടെ വരുന്നില്ല. നിങ്ങളാണ് സത്യുഗത്തിലെ സൂര്യവംശി പദവി എടുത്ത് വന്നത്. പിന്നീട് എന്ത് ചെയ്യുന്നു? സത്യമായിട്ടുള്ള ബാബയിൽ നിന്ന്, സത്യമായിട്ടുള്ള നരനിൽ നിന്ന് നാരായണനായി മാറാനുള്ള ജ്ഞാനം കേട്ട് വന്നത്. യഹേ ജ്ഞാൻ വഹേ ഭക്തി ശാസ്ത്ര ആദി സഭേ ഭക്തി മാർഗിലെ. ഇത് ജ്ഞാനമാകുന്നു, അത് ഭക്തി. ബാബ പറയുകയാണ്, ശാസ്ത്രം തുടങ്ങിയവ എല്ലാം ഭക്തിമാർഗത്തിൻ്റേതാണ്. ഭക്തിമാർഗത്തിലെ സാമഗ്രികളാണതൊക്കെ. വ ജ്ഞാൻ മാർഗേ നഹി ഹേ യഹേ സ്പിരിച്വൽ റുഹാനി നോളജ്. അത് ജ്ഞാനമാർഗത്തിൻ്റേതല്ല, ഭക്തിയുടെ കാര്യങ്ങളല്ല. ഇതെല്ലാം ഇത് എന്താകുന്നു? ആത്മീയ ജ്ഞാനമാകുന്നു, സ്പിരിച്വൽ ആയിട്ടുള്ള ജ്ഞാനമാകുന്നു. സുപ്രീം റൂഹ് ബൈഡ് നോളജ് ദേത്തി ഹേ. പരമമായിട്ടുള്ള ആത്മാവാണിരുന്ന് ഈ ജ്ഞാനം നമുക്ക് നൽകുന്നത്. बच्चों को देही अभिमानी बनना पड़े, अपने को आत्मा निश्चय कर मामेकम याद करो. കുട്ടികൾക്ക് എന്തായി മാറേണ്ടതുണ്ട്? ദേഹാഭിമാനികളിൽ നിന്ന് ദേഹി അഭിമാനികളായിട്ട് മാറേണ്ടതുണ്ട്. സ്വയമിനെ ആത്മാവാണെന്ന് നിശ്ചയിച്ച് ഒരേയൊരു ഈശ്വരനിൽ മനസ്സ് കേന്ദ്രീകരിക്കൂ. बाप समझाते हैं आत्मा में ही अच्छे व बुरे संस्कार होते हैं, जिस अनुसार ही मनुष्य को अच्छा व बुरा जन्म मिलता है. ബാബ മനസ്സിലാക്കി തരികയാണ്, ആത്മാക്കളിൽ തന്നെ മോശവും നല്ലതുമായിട്ടുള്ള സംസ്കാരം ഉണ്ടാകുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ, അതിൻ്റെ ആധാരത്തിലാണ് മനുഷ്യർക്ക് നല്ലതോ അല്ലെങ്കിൽ മോശമോ ആയിട്ടുള്ള ജന്മം ലഭിക്കുന്നത്. മോശമോ അല്ലെങ്കിൽ നല്ലതോ ആയിട്ടുള്ള സംസ്കാരത്തിൽ നിന്നാണ് നമുക്ക് നല്ലതോ ചീത്തയോ ആയിട്ടുള്ള ജന്മം കൂടി ലഭിക്കുന്നത്. बाप बैठ समझाते हैं यह जो पावन था अंतिम जन्म में पतित है तत्वम. ബാബ മനസ്സിലാക്കി തരുന്നു, ഇവിടെ പാവനരായിരുന്നവരിപ്പോൾ അന്തിമ ജന്മത്തിൽ പതിതരായിരിക്കുകയാണ്. അത് ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കും, അത് അതേപോലെ തന്നെ ആവർത്തിക്കും. മുझ बाप को इस पुरानी रावण की दुनिया पति दुनिया में आना पड़ता है. എനിക്ക് കൂടി എന്ത് ചെയ്യുന്നു? ഈ പഴയ രാവണൻ്റെ ലോകത്തിൽ, പതിത ലോകത്തിൽ വരേണ്ടതായിട്ട് വരുന്നു. ആനാ ഭി ഉസ് തന്മേ ഹേ ജോ ഫിർ പെഹ്ലെ നമ്പർ മേ ജാനാ ഹെ. വരുന്നത് കൂടി ആ ശരീരത്തിലാണ്. ആർക്കാണോ ആദ്യത്തെ നമ്പറിലേക്ക് പോകേണ്ടി വരുന്നത്, ആ ശരീരത്തിലാണ്. അതായത് ബ്രഹ്മാവിൻ്റെ ശരീരത്തിലാണ് വരുന്നത്. ആരാണോ ആദ്യത്തെ നമ്പറിലേക്ക് പോകുന്നത്, ശ്രീകൃഷ്ണൻ പിന്നീട് ലക്ഷ്മി നാരായണനായിട്ട് മാറുന്നത്, അവരുടെ ശരീരത്തിലാണ് ഞാൻ വരുന്നത്. സൂര്യവംശി ഹി പൂരെ 84 ജന്മ ലേത്തേഹിം. സൂര്യവംശികളാണ് പൂർണ്ണമായിട്ടും 84 ജന്മങ്ങൾ എടുക്കുന്നത്. യഹേ ബ്രഹ്മ ഓർ ബ്രഹ്മവംശി ബ്രാഹ്മണർ. ഇത് സൂര്യവംശികൾ എന്ന് പറയുന്നു. അതായത് ബ്രഹ്മാവും അതുപോലെ ഈ സമയത്ത് അവരാരാകുന്നു? ബ്രഹ്മാവും മുഖവംശാവലി ബ്രാഹ്മണരുമാകുന്നു. പിന്നീട് സത്യുഗത്തിൽ സൂര്യവംശി ദേവീദേവതകളായി മാറുന്നു. ബാപ് സംജാത്തെ तो रोज है പത്ഥർ ബുദ്ധിക്കോ പാരസ് ബുദ്ധി ബനാന മാസിക ഘർ നെഹിയെ. ബാബ നമുക്ക് ദിവസവും മനസ്സിലാക്കി തരുന്നു. ബാബ പറഞ്ഞു തരികയാണ്, കല്ല് ബുദ്ധിയായിട്ടുള്ളവരെ പാരസ് ബുദ്ധികളാക്കി മാറ്റാൻ വേണ്ടിയിട്ട്, അത്രയും വലിയ ബുദ്ധിശാലികളാക്കി മാറ്റാൻ മാറ്റുക എന്നത് ഇളയമ്മയുടെ വീടൊന്നുമല്ല, അത്രയും നിസ്സാരമായിട്ടുള്ള കാര്യമൊന്നുമല്ല എന്ന് ബാബ പറഞ്ഞു തരികയാണ്. കാരണം അത്രയും തമോ പ്രധാന അവസ്ഥയിലാണ് മനുഷ്യരിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. हे आत्माएं अब देही अभिमानी बनो, हे आत्माएं एक बाप को याद करो और राजाई को याद करो. ബാബ വീണ്ടും വീണ്ടും പറയുകയാണ്, ഹേ ആത്മാക്കളെ ദേഹി അഭിമാനികളായി മാറൂ, ഹേ ആത്മാക്കളെ ഒരേ ഒരു അച്ഛനെ ഓർമ്മിക്കൂ, രാജ്യപദവിയും കൂടി രാജ്യത്തെയും കൂടി നിങ്ങൾ സ്മരിക്കൂ എന്ന്. ദേഹ് കെ സംബന്ധ കോ ചോടോ, മർനാ തോ സഭി കോ ഹേ, സബ്കി വാനപ്രസ്ഥ അവസ്ഥ ഹെ. ദേഹത്തിൻ്റെ മുഴുവൻ സംബന്ധങ്ങളെയും ഉപേക്ഷിക്കൂ,
മരിക്കുക എന്നത് എല്ലാവർക്കും മരിക്കേണ്ടതുണ്ട്. സർവരുടെയും ഇപ്പോൾ വാനപ്രസ്ഥ അവസ്ഥയാണ്. ഏക് സദ്ഗുരു ബിഗർ സർവക സദ്ഗതി ദാത കുയ് ഹോ നഹി സക്ത. ഒരു സദ്ഗുരു കൂടാതെ എല്ലാവരുടെയും സർവരുടെയും സദ്ഗതി ദാതാവ് ആർക്കും തന്നെ ആകാൻ സാധ്യമല്ല. बाप कहते हैं, हे भारतवासी बच्चों, तुम पहले पहले मेरे से बिछड़े हो. गाया जाता है आत्माएं परमात्मा अलग रहे बहुकाल. पहले पहले तुम भारतवासी देवी देवता धर्म वाले आए हो. ബാബ പറഞ്ഞു തരികയാണ്, ഹേ ഭാരതവാസി കുട്ടികളെ, നിങ്ങൾ എന്നിൽ നിന്ന് വളരെയധികം ആദ്യം നിങ്ങൾ എന്നിൽ നിന്ന് അകന്നവരാണ്. നിങ്ങൾ ഏറ്റവും ആദ്യം എന്നിൽ നിന്ന് വേർപെട്ടവരാണ് നിങ്ങൾ. ഇങ്ങനെ മഹിമ പാടാറുണ്ട്. ആത്മാക്കളും പരമാത്മാക്കളും അത്രയും അധികം കാലങ്ങളുമായിട്ട് വേറിട്ട് നിന്നു എന്ന്. ആദ്യം നിങ്ങൾ ഭാരതവാസികളാണ് ദേവീ ദേവതാ ധർമ്മത്തിൽ വരുന്നത്. ഓർ ധർമ്മവാലോം കെ ജന്മ തോടെ ഹോത്തെ ഹെ. മറ്റുള്ള ധർമ്മത്തിലുള്ളവരുടെ ജന്മം ഉണ്ടാകുന്നില്ല. സാരാ ചക്ര കൈസെ ഫിർത്താ ഹെ സോ ബാബ് ബൈറ്റ് സംജാത്തെ ഹെ. മുഴുവൻ ചക്രവും എങ്ങനെയാണ് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നുകൂടി ബാബ വന്നിട്ട് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ജോ ധാരൺ നിഹി കരാ സക്തേ ഹെ ഉൻകെ ലിയെ ബി ബഹുത് സഹജ് ഹെ. ആർക്കാണ് ധാരണ ചെയ്യിപ്പിക്കാൻ സാധിക്കാത്തത്, അവർക്കിത് വളരെ സഹജമാണ്. ആത്മായേം ധാരൺ കർത്തി ഹേ പുണ്യാത്മാ പാപാത്മാ ബൻതി ഹേന. ആത്മാക്കൾ എന്ത് ചെയ്യുന്നു? ധാരണ ചെയ്യുന്നു, പുണ്യാത്മാവായി മാറുന്നു, പാപാത്മാക്കളായിട്ട് മാറുന്നു. തുമാരാ യഹ് 84വാ അന്തിം ജന്മ ഹേ, തും സബ് വാനപ്രസ്ഥ അവസ്ഥാമേ ഹോ. നിങ്ങളുടേത് ഇത് 84ാമത്തെ ജന്മം അഥവാ ഏറ്റവും അവസാനത്തെ ജന്മമാണ്. നിങ്ങളെല്ലാവരും വാനപ്രസ്ഥ അവസ്ഥയിലാണ്. വാനപ്രസ്ഥ അവസ്ഥ വാലെ ഗുരു കർത്തേ ഹേ മന്ത്ര ലേനെ കെ ലിയെ. വാനപ്രസ്ഥ അവസ്ഥയിലുള്ളവർ അതായത് സന്യാസമൊക്കെ സ്വീകരിക്കുന്നു മന്ത്രത്തിനേക്ക് വേണ്ടി. ഗുരുവിനെ സ്വീകരിക്കുന്നുണ്ട്. വാനപ്രസ്ഥ അവസ്ഥയിലുള്ളവർ ഗുരുവിനെ സ്വീകരിക്കുന്നുണ്ട് മന്ത്രം എടുക്കുന്നതിനേക്ക് വേണ്ടി. അപ്പോൾ ബാബ പറയുകയാണ്, ധാരണ ചെയ്യിപ്പിക്കാൻ സാധ്യമാകാത്തവർക്കും കൂടി ഇത് വളരെ സഹജമാണെന്നാണ് ബാബ പറയുന്നത്. അപ്പോൾ ആത്മാക്കൾ ധാരണ ചെയ്യുന്നു, പുണ്യാത്മാവായി തീരുന്നു, പാപാത്മാവായിട്ട് തീരുന്നു. നിങ്ങളുടേത് 84 ജന്മമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും വാനപ്രസ്ഥ അവസ്ഥയാണ്. വാനപ്രസ്ഥ അവസ്ഥയിലുള്ളവർ ഗുരുവിനെ സ്വീകരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? മന്ത്രമെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അവരുടെയൊക്കെ ശിഷ്യത്വം സ്വീകരിക്കുന്നുണ്ട്. തുംകോ തോ അഭി ദേഹധാരി ഗുരു കർണേക്ക് ദർക്കാർ നഹി ഹെ. നിങ്ങൾക്കിപ്പോൾ ദേഹധാരിയായിട്ടുള്ള ഗുരുവിനെ സ്വീകരിക്കേണ്ട ആവശ്യം കൂടി വരുന്നില്ല. തും സബ്ക മേ ബാബ് ടീച്ചർ ഗുരുഹും. കാരണം എന്താണ്? നിങ്ങൾക്ക് ഓൾറൗണ്ടറായിട്ടുള്ള ഒരു ബാബയെയാണ് ലഭിച്ചിരിക്കുന്നത്. ബാബയാണ്, ടീച്ചറാണ്, ഗുരുവും കൂടിയാണ്. അതുകൊണ്ട് വേറൊരു ഗുരുവിനെയും കൂടി സ്വീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് ബാബ പറയുകയാണ്. മുझे कहते भी हो हे पतित पावन शिव बाबा अभी स्मृति आई है. നിങ്ങൾ എന്നെ വിളിക്കുന്നുണ്ട്, അതായത് പതിത പാവന ശിവ് ബാബ എന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് സ്മൃതി വന്നിരിക്കുകയാണ്. സബ് ആത്മാവും ക ബാപ് ഹേ ആത്മാ സത് ഹേ ചൈതന്യ ഹേ ക്യുംകി അമർ ഹേ. സർവാത്മാക്കളുടെയും പിതാവാണ്, ആത്മാവ് സത്യമാണ്, ചൈതന്യമാണ്. കാരണം അമരനാണ് ബാബ. സഭി ആത്മാവുമേം പാട്ട് ഭരാ ഹുവാ ഹെ ബാപ് ഹി സത്ത് ചൈതന്യ ഹെ. മുഴുവൻ ആത്മാക്കളിലും പാർട്ട് നിറഞ്ഞിരിക്കുന്നു, അടങ്ങിയിരിക്കുന്നുണ്ട്. ബാബയും കൂടി സത്യമാണ്, ചൈതന്യമാകുന്നു. वह मनुष्य सृष्टि का बीज रूप होने कारण कहते हैं, मैं सारे जाट के आदि मध्य अंत को जानता हूँ, इसलिए मुझे नॉलेजफुल कहा जाता है. മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപമാകുന്നു ആര്? ബാബ. അതായതു കാരണം ഇങ്ങനെ പറയുന്നു, ഞാൻ മുഴുവൻ സൃഷ്ടിയുടെയും ആദി മധ്യ അന്ത്യത്തെ പറ്റി അറിയുന്നു, അതുകൊണ്ട് തന്നെ ജ്ഞാനസാഗര നോളജ്ഫുൾ എന്ന് വിളിക്കുന്നു. തുംകോ ഭി സാരി നോളജ്, നിങ്ങളിലും മുഴുവൻ ജ്ഞാനമുണ്ട്. बीज से जाट कैसे निकलता है, जाट बटने में टाइम लगता है ना. വിത്തിൽ നിന്ന് എങ്ങനെയാണ് വൃക്ഷം രൂപാന്തരപ്പെടുന്നത്? വൃക്ഷം വികസിക്കുന്നതിലും കൂടിയിട്ട്, വൃക്ഷത്തിൻ്റെ എക്സ്പാൻഷൻ ഉണ്ടാകുന്നതിലും കൂടി സമയം എടുക്കുന്നുണ്ട്. ബാബ് कहते हैं मैं बीज रूप हूँ, अंत में सारा जाट जर्जरीभूत अवस्था को पा लेता हूँ. ബാബ പറയുന്നു, ഞാൻ ബീജരൂപമാകുന്നു, അവസാനം മുഴുവൻ വൃക്ഷവും എന്തായി മാറുന്നു? ജീർണാവസ്ഥയിൽ പ്രാപിക്കുന്നു.
अभी देखो ദേവീ ദേവതാ ധർമ്മ का ഫൗണ്ടേഷൻ है नहीं. ഇപ്പോൾ നോക്കൂ, ദേവീ ദേവതാ ധർമ്മത്തിൻ്റെ അടിത്തറ ഇല്ല. പ്രായഗും ഹെ, ഇവിടെ അപ്രത്യക്ഷമായിരിക്കുകയാണ്. जब देवी देवता धर्म गुम हो जाता है तब बाप को आना पड़ता है. എപ്പോഴാണോ ദേവീ ദേവതാ ധർമ്മം മുഴുവനായിട്ടും അപ്രത്യക്ഷമാകുന്നത് അപ്പോഴാണ് ബാബയ്ക്കും കൂടി വരേണ്ടതായി വരുന്നത്. എന്തിനു വേണ്ടി? ഏക് ധർമ്മ കി സ്ഥാപന കർ ബാക്കി സബ്ക വിനാശ് കർ ദേത്തെ ഹെ. ഒരു ധർമ്മത്തിൻ്റെ സ്ഥാപന ചെയ്യുന്നു, മറ്റുള്ള ധർമ്മങ്ങളെല്ലാം ബാബ വന്നിട്ട് അതിൻ്റെ വിനാശവും കൂടി ചെയ്യുന്നു. പ്രജാപിത ബ്രഹ്മ ദ്വാര ബാബ് സ്ഥാപന കർ രഹാ ഹെ ആദി സനാതൻ ദേവി ദേവതാ ധർമ്മക്കി. പ്രജാപിത ബ്രഹ്മാവിലൂടെ ബാബ സ്ഥാപന ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആദി സനാതന ദേവി ദേവതാ ധർമ്മത്തിൻ്റെ. യഹ് ബി സാരാ ഡ്രാമ ബനാ ഹുവാ ഹെ ഇൻകി എൻഡ് ഹോത്തി നെഹി. ബാബ പറയുകയാണ്, ഇതും കൂടെ മുഴുവൻ ഡ്രാമയും ഉണ്ടാക്കി വച്ചിരിക്കുന്നതാണ്, ഇതിൻ്റെ അവസാനമില്ല, എൻഡ് നമുക്ക് കാണാൻ സാധിക്കില്ല. ബാം ആത്തേ ഹെ അന്തമേ. ബാബ വരുന്നത് എപ്പോഴാണ്? അവസാനത്തിലാണ്. जबकि सृष्टि के आदि मध्य अंत का नॉलेज सुनाना है तो जरूर संगम पर आएंगे. എപ്പോഴാണ് സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനം കേൾപ്പിച്ച് തരേണ്ടതായിട്ട് വരുന്നത്? അപ്പോൾ അവസാന സമയത്ത് സംഗമയുഗത്തിൽ ബാബ വന്നു ചേരുന്നു. തുമാര ഏക് ബാപ് ഹെ ആത്മായും സബി ബ്രദേഴ്സ് ഹെ മൂൽവത്തൻ മേം രഹനെ വാലി. നിങ്ങളുടേത് ഒരേ ഒരു അച്ഛനാണുള്ളത്, നിങ്ങൾക്കായിട്ട് എല്ലാവരും സഹോദരന്മാരാണ്. മൂലവതനത്തിൽ വസിക്കുന്നവർ, ശാന്തിധാമത്തിൽ വസിക്കുന്ന ആത്മാക്കളെല്ലാവരും സഹോദരന്മാരാണ്. ഉസ് ഏക് ബാപ് കോ സബ് യാദ് കർത്തേ ഹെ. ആ ഒരേ ഒരു അച്ഛനെയാണ് എല്ലാവരും ഓർമ്മിക്കുന്നത്. ദുഃഖമേ സിമരൻ സബ് കരേം രാവൺ രാജ്യമേം ദുഃഖ് ഹേണ. ദുഃഖത്തിലാണ് എല്ലാവരും ഭഗവാന്റെ സ്മരണ ചെയ്യുന്നത്. ഈ രാവണ രാജ്യം എന്ന് പറയുന്നത് മുഴുവൻ ദുഃഖം തന്നെയാണ്. യഹാം സിമരൻ കർത്തേ ഹെ തോ ബാപ് സബ്കാ സദ്ഗതി ദാതാ ഹെ. ദാത ഏക് ഹെ, ഇവിടെ സ്മരിക്കുന്നു, അതുകൊണ്ട് ബാബ എല്ലാവരുടെയും സദ്ഗതി ചെയ്യുന്നു, സദ്ഗതി ദാതാവായി മാറുന്നു. ഉൻകി ഹി മഹിമ ഹെ. ബാബയുടെ തന്നെ മഹിമയുണ്ട്. ബാപ് നെഹി ആയേ തോ ഭാരത് കോ സ്വർഗ് കോൺ ബനാവേ. ബാബ ചോദിക്കുകയാണ്, ബാബ വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഭാരതത്തെ ആരാണ് സ്വർഗമാക്കി മാറ്റുക എന്ന്. ഇസ്ലാമി ആദി ജോ ബി ഹെ സബ് ഇസ് സമയ് തമോ പ്രധാൻ ഹെ സബ്കോ പുനർജന്മ തോ സരൂർ ലേനാ ഹെ. ഇസ്ലാം ധർമ്മത്തിലുള്ളവർ എല്ലാവരും ഈ സമയം തമോ പ്രധാനത്തിലാണുള്ളത്. എല്ലാവർക്കും പുനർജന്മം എടുക്കേണ്ടതുണ്ട്. അഭി പുനർജന്മം മിൽത്താ ഹെ നരക് മേ. ഇപ്പോൾ പുനർജന്മം ലഭിക്കുന്നത് കൂടി എവിടെയാണ്? നരകത്തിലാണ്. ऐसे नहीं कि स्वर्ग में चले जाते हैं. जैसे हिंदू लोग कहते हैं स्वर्गवासी हुआ तो जरूर नरक में थे ना. ഇത്തരത്തിലല്ല സ്വർഗത്തിലേക്ക് പോകുന്നുവെന്ന് ഇങ്ങനെ പറയാറുണ്ട്. ഹിന്ദു മതസ്ഥർ പറയാറുണ്ട് സ്വർഗവാസിയായി. ആരെങ്കിലും മരിച്ചാൽ പറയാറുണ്ട് സ്വർഗവാസിയായി എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ആ മരിച്ചയാൾ തീർച്ചയായിട്ടും നരകത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അഭി സ്വർഗമേം ഗയ. ഇപ്പോൾ സ്വർഗത്തിലേക്ക് പോയി. തുമാരെ മുഖ്മേം ഗുലാബ്. അപ്പോൾ ബാബ പറയുകയാണ്, നിങ്ങളുടെ മുഖത്തിൽ റോസാപുഷ്പം, അതായത് നിങ്ങൾ പറയുന്നത് അത് തന്നെ ആയി മാറട്ടെ, സത്യമായിട്ട് മാറട്ടെ എന്ന്. സ്വർഗവാസി ഹുവാ ഫിർ നരക്കെ ആസുരി വൈഭവ് തും ഉൻകോ ക്യൂം ഖിലാത്തെ ഹോ. ബാബ ചോദിക്കുകയാണ്, സ്വർഗവാസി ആയി മാറിയാൽ നിങ്ങൾ എന്തിനാണ് നരകത്തിൻ്റെ ആസുരീയമായിട്ടുള്ള വൈഭവങ്ങളെല്ലാം നിങ്ങൾ അവർക്ക് കഴിപ്പിക്കുന്നത് എന്ന്. ഉദാഹരണത്തിന് ബാബ പറയുന്നു, ബംഗാൾ മീ മച്ലിയാ മാതി പി ഖിലാത്തെ ഹെ. ബംഗാളിൽ മത്സ്യങ്ങളെയൊക്കെ അവർ കഴിപ്പിക്കുന്നുണ്ട് മരിച്ചതിനു ശേഷമൊക്കെ. അരെ ഉൻകോ ഇൻ സബ് ഖാനെ കി ദർക്കാർ ഹി ക്യാ ഹെ. ഇവർക്ക് ഇതെല്ലാം കഴിക്കേണ്ട ആവശ്യകത കൂടി എന്താണെന്ന് ബാബ ചോദിക്കുകയാണ്. കഹത്തെ ഹേ ഫലാന പാർ നിർവാൺ ഗയ. ബാബ് കഹത്തെ യേ സബ് ഹെ ഗപ്പോടെ. ഇങ്ങനെ മഹിമ പാടുന്നു, ഇങ്ങനെ പറയാറുണ്ട്, ഇന്നയാൾ നിർവാണത്തിലേക്ക് പോയി എന്ന്, അലിഞ്ഞു ചേരുന്നു എന്നൊക്കെ പറയാറുണ്ട്. ലീനമായി ബ്രഹ്മത്തിൽ ലീനമായി പോയി എന്നൊക്കെ പറയാറുണ്ട്. ബാബ പറയുന്നു, ഇതെല്ലാം കെട്ടുകഥകളാണ്, അന്ധവിശ്വാസമാണ്. വാപ്പസ് കോയി ഭി ജാ നഹീ സക്തേ ജബ്കി പെഹ്ലെ നമ്പർ വാലോം കോ ഹി 84 ജന്മ ലേനെ പഡ്തേ ഹെ. ഒരിക്കലും ആർക്കും തിരിച്ചു പോകാൻ സാധ്യമല്ല. എപ്പോഴാണോ ആദ്യത്തെ നമ്പറിലുള്ളവർക്ക് തന്നെയാണ് 84 ജന്മങ്ങൾ കൂടി എടുക്കേണ്ടതായിട്ട് വരുന്നത്. बाप समझाते हैं इसमें कोई तकलीफ नहीं है, ഭക്തി മാർഗ്ഗം കിത്തനി തക്ലീഫ് ഹെ. ബാബ മനസ്സിലാക്കി തരികയാണ്, ഇവിടെ ആർക്കും യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഭക്തിമാർഗത്തിലാണ് മുഴുവൻ ബുദ്ധിമുട്ടുകളും നമ്മൾ അനുഭവിക്കുന്നത്.
രാം രാം ജപ്തേ രോമാഞ്ച് ഖടേ ഹോ ജാത്തെ. രാമരാമ ജപിച്ചുകൊണ്ട് തന്നെ നമ്മുടെ രോമാഞ്ചം ഉണ്ടാകുന്നു നമുക്ക്. വ സബ് ഹേ ഭക്തി മാർഗ് യ സൂര്യ ചാന്ദ് പി തും ജാൻതേ ഹോ കി റോഷ്നി കർണേ വാലേ ഹേ. ഇതെല്ലാം ഭക്തിമാർഗത്തിലെ കാര്യങ്ങളാണ്. ഈ സൂര്യ, നക്ഷത്രങ്ങൾ, ചന്ദ്രനെല്ലാം നിങ്ങളറിയുന്നവർ, നിങ്ങൾക്കറിയാം അവരെല്ലാം പ്രകാശം നൽകുന്നവരാണ്. യഹ് കോയി ദേവതായും തോടേ ഹി ഹേ വാസ്തവ് മേം ജ്ഞാൻ സൂര്യ ജ്ഞാൻ ചന്ദ്രമ ഓർ ജ്ഞാൻ സിതാരേ. ഈ സൂര്യൻ, നക്ഷത്രങ്ങളൊന്നും ദേവീദേവതകളല്ല, മറിച്ച് ഇവരാരാകുന്നു? ജ്ഞാനസൂര്യനും. വാസ്തവത്തിലുള്ളതാരാണ്? ജ്ഞാനസൂര്യൻ, ജ്ഞാനചന്ദ്രൻ, അതോടൊപ്പം തന്നെ ജ്ഞാന നക്ഷത്രങ്ങളും. ഉനോം കി മഹിമാഹെ, അവരുടേതാണ് ഈ മഹിമകളെല്ലാം. വ ഫിർ കെഹദേത്തെ സൂര്യദേവതായെ നമ്മെ, ലോകത്തിലുള്ളവർ മറിച്ച് എന്തു പറയുന്നു? സൂര്യദേവതായെ നമ്മ എന്ന് പറയുന്നു. ഉൻകോ ദേവത സമജ് पानी देते हैं तो बाप समझाते हैं यह सब है भक्ति मार्ग जो फिर भी होगा. അവരെ ദേവതയെന്ന് കരുതി അവർക്ക് വെള്ളം നൽകുന്നു, ജലം അർപ്പിക്കുന്നു. ബാബ പറഞ്ഞു തരികയാണ് ഇതെല്ലാം ഭക്തിമാർഗത്തിലെ കാര്യങ്ങളാണ്, അത് വീണ്ടും ആവർത്തിക്കപ്പെടും. पहले होती है अव्यभिचारी भक्ति एक शिव बाबा की, फिर देवताओं की, फिर उतरते उतरते अभी तो देखो ठिवाड़े पर यानी जहाँ 3 रास्ते मिलते हैं भी मिट्टी का दीवा जगाए തേൽ ആദി ഡാൽ ഉൻകി ബി പൂജ കർത്തേ ഹെ. ബാബ പറയുകയാണ് ഇതെല്ലാം ഭക്തി മാർഗത്തിൻ്റെ കാര്യങ്ങളാണ്, അത് വീണ്ടും റിപ്പീറ്റ് ആകും. ആദ്യം ഉണ്ടായിരുന്നത് അവ്യഭിചാരി ഭക്തിയാണ്, ശിവൻ്റെ പൂജയാണ് നടന്നത്. വിക്രമാദിത്യൻ എന്താണ് സോമനാഥ ക്ഷേത്രമൊക്കെ സ്ഥാപിച്ചു. അങ്ങനെ അവ്യഭിചാരി ഭക്തിയാണ് ഉണ്ടായത്, ഒരേയൊരു ശിവബാബയുടെ ഭക്തി. പിന്നീട് അത് ദേവീദേവതകളുടെ ഭക്തി ചെയ്യാൻ തുടങ്ങി. താഴോട്ട് വരുമ്പോൾ ബാബ പറയുകയാണ് 3 കൂടിയ ഇടവഴിയിൽ എന്ത് ചെയ്യുന്നു? മൺവിളക്കുകളൊക്കെ സ്ഥാപിച്ചിട്ട് അതിൽ എണ്ണയൊഴിച്ച് കത്തിക്കുന്നു. ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നു? ഭക്തി ചെയ്ത് അതിൻ്റെ പൂജയൊക്കെ ചെയ്ത് വരുന്നു. തത്വം കി ഭി പൂജ കർത്തേയും, തത്വങ്ങളെ കൂടി, പഞ്ചതത്വങ്ങളുടെ പൂജ കൂടി ആരംഭിച്ചു. മനുഷ്യോം കോ ഭി ചിത്ര ബനായെ പൂജത്തെ ഹം, പഞ്ചതത്വങ്ങളെ പൂജിച്ചു. പിന്നീട് മനുഷ്യരുടെയും കൂടി ചിത്രങ്ങളുണ്ടാക്കി അവരെ പൂജിച്ച് തുടങ്ങിയിരിക്കുന്നു. ദേഹധാരികളുടെ പൂജ കൂടി ആരംഭിച്ചു. अब इनसे प्राप्ति तो कुछ भी नहीं होती, इन बातों को तुम बच्चे ही समझते हो. ബാബ പറഞ്ഞു തരികയാണ് ഇതൊക്കെ ചെയ്യുന്നതിലൂടെ ഒരിക്കലും ഇതിൻ്റെ ഒന്നും പ്രാപ്തി ഉണ്ടാകുന്നില്ല. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ കുട്ടികളാണ് മനസ്സിലാക്കുന്നത്. വ്യത്യസ്ത രീതിയിലുള്ള പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാബ പറഞ്ഞു എല്ലാത്തിലും ഭഗവാനുണ്ടെന്ന് പറഞ്ഞു. നായിൽ, പൂച്ചയിൽ, കഴുതയിലെല്ലാം ഭഗവാനുണ്ടെന്ന് പറഞ്ഞു. അത് ആദ്യമുണ്ടായിരുന്നത് അവ്യഭിചാരി ഭക്തി, പിന്നീട് ദേവീദേവതകളുടെ ഭക്തി ചെയ്തു. പിന്നീട് 3 കൂടിയ ഇടവഴിയിലൊക്കെ മൺദീപങ്ങളൊക്കെ കത്തിച്ച് വെച്ചിട്ട് എണ്ണയൊഴിച്ച് അതിനെ പൂജിക്കാൻ തുടങ്ങി. പിന്നീട് എന്ത് ചെയ്തു? തത്വങ്ങളെ പൂജിപ്പിക്കാൻ തുടങ്ങി. മനുഷ്യരുടെ ചിത്രങ്ങളൊക്കെ ഉണ്ടാക്കി പൂജിക്കാൻ തുടങ്ങി. പക്ഷേ ബാബ പറഞ്ഞു തരികയാണ് ഇതിൻ്റെ ഒന്നും ആവശ്യം കൂടിയില്ല, ഇതിലൂടെ നിങ്ങൾക്ക് ഒരു പ്രാപ്തിയും ലഭിക്കുന്നില്ല എന്ന്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ കുട്ടികളാണ് മനസ്സിലാക്കുന്നത്. ബാബ നമുക്ക് 84 ജന്മങ്ങളുടെ ആ കഥ ഇന്ന് നമുക്ക് ബാബ പറഞ്ഞു തന്നു. अच्छा मीठे मीठे सिकीलदे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी माता पिता बाप दादा को याद प्यार गुड मॉर्निंग और नमस्ते. धारणा के लिए मुख्य सार. 1 पॉइंट, आत्मा से बुरे संस्कारों को निकालने के लिए देही अभिमानी रहने का अभ्यास करना है. ആത്മാവിൽ നിന്ന് മോശമായ സംസ്കാരത്തെ ഒഴിവാക്കാൻ വേണ്ടി, ആത്മാവിൽ നിന്ന് മോശമായ സംസ്കാരങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി ദേഹി അഭിമാനികളായിരിക്കാനുള്ള അഭ്യാസം ചെയ്യണം, പരിശീലനം ചെയ്യണം. ആത്മാവിൽ നിന്ന് മോശമായ സംസ്കാരങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി ദേഹി അഭിമാനിയായിരിക്കാനുള്ള പരിശീലനം ചെയ്യണം. यह अंतिम 84वां जन्म है, वानप्रस्थ अवस्था है, इसलिए पुण्यात्मा बनने की मेहनत करनी है. ഇത് ഏറ്റവും അവസാനത്തെ 84ാമത്തെ ജന്മമാണ്. ഇത് ഏറ്റവും അവസാനത്തെ 84ാമത്തെ ജന്മമാണ്.
വാനപ്രസ്ഥ അവസ്ഥയാണ്. വാനപ്രസ്ഥ അവസ്ഥയാണ്. അതുകൊണ്ട് പുണ്യാത്മാവായി മാറാനുള്ള പരിശ്രമം ചെയ്യണം. അതുകൊണ്ട് പുണ്യാത്മാവായി മാറാനുള്ള പരിശ്രമം ചെയ്യണം. രണ്ടാമത്തെ പോയിന്റ്, देह के सब संबंधों को छोड़ एक बाप को और राजाई को याद करना है. ദേഹത്തിൻ്റെ സർവ്വസംബന്ധങ്ങളെയും ഉപേക്ഷിച്ച്, ദേഹത്തിൻ്റെ സർവ്വസംബന്ധങ്ങളെയും ഉപേക്ഷിച്ച് ഒരു ബാബയെയും രാജ്യ പദവിയെയും ഓർമ്മിക്കണം. ദേഹത്തിൻ്റെ സർവ്വസംബന്ധങ്ങളെയും ഉപേക്ഷിച്ച് ഒരു ബാബയെയും രാജ്യ പദവിയെയും ഓർമ്മിക്കണം. രാജ്യത്തെയും ഓർമ്മിക്കണം. बीज और चाट का ज्ञान सिमरन कर सदा हर्षित रहना है. വിത്തിൻ്റെയും വൃക്ഷത്തിൻ്റെയും ജ്ഞാനത്തെ സ്മരിച്ചുകൊണ്ട് സദാ ഹർഷിതരായിരിക്കണം. വിത്തിൻ്റെയും വൃക്ഷത്തിൻ്റെയും ജ്ഞാനത്തെ സ്മരിച്ചുകൊണ്ട് സദാ ഹർഷിതരായിരിക്കണം. ദേഹത്തിൻ്റെ സർവ്വസംബന്ധങ്ങളെയും ഉപേക്ഷിച്ച് ഒരു ബാബയെയും രാജ്യത്തെയും ഓർമ്മിക്കണം. വിത്തിൻ്റെയും വൃക്ഷത്തിൻ്റെയും ജ്ഞാനത്തെ സ്മരിച്ചുകൊണ്ട് സദാ ഹർഷിതരായിരിക്കണം. वरदान, उपराम और एवर रेडी बन बुद्धि द्वारा अशरीरीपन का अभ्यास करने वाले सर्व कलाओं में संपन्न भव. ഉപരാമം പിന്നീട് എവറെഡിയായി മാറി. ഉപരാമം പിന്നീട് എവറെഡിയായി മാറി. ബുദ്ധിയിലൂടെ അശരീരി സ്ഥിതിയുടെ അഭ്യാസം ചെയ്യുന്ന, ബുദ്ധിയിലൂടെ അശരീരി സ്ഥിതിയുടെ അഭ്യാസം ചെയ്യുന്ന സർവകലകളാൽ സമ്പന്നരായി ഭവിക്കട്ടെ. സർവകലകളാൽ സമ്പന്നരായി ഭവിക്കട്ടെ. ഉപരാമം പിന്നീട് എവറെഡിയായി മാറി. ബുദ്ധിയിലൂടെ അശരീരി സ്ഥിതിയുടെ അഭ്യാസം ചെയ്യുന്ന സർവകലകളാൽ സമ്പന്നരായി ഭവിക്കട്ടെ. जैसे सर्कस में कला दिखाने वाले कलाबाज का हर कर्म कला बन जाता है. ഏതുപോലെ സർക്കസിൽ അഭ്യാസം കാണിച്ചു തരുന്ന കലാകാരൻ്റെ ഓരോ കർമ്മവും കലയായി മാറുന്നു. ഏതുപോലെ സർക്കസിൽ അഭ്യാസം കാണിച്ചു തരുന്ന കലാകാരൻ്റെ ഓരോ കർമ്മവും എന്തായി മാറുന്നു? കലയായി മാറുന്നു. वे कलाबाज शरीर के कोई भी अंग को जैसे चाहे, जहाँ चाहे, जितना समय चाहे मोल्ड कर सकते हैं. यही कला है. ആ കലാകാരൻ ശരീരത്തിൻ്റെ ഏതൊരവയവത്തെയും, ആ കലാകാരൻ ശരീരത്തിൻ്റെ ഏതൊരവയവത്തെയും എങ്ങനെ ആഗ്രഹിക്കുന്നു, എവിടെ ആഗ്രഹിക്കുന്നു, എത്ര സമയം ആഗ്രഹിക്കുന്നു, മോൾഡ് ചെയ്യാൻ സാധിക്കും. എങ്ങനെ ആഗ്രഹിക്കുന്നു, എവിടെ ആഗ്രഹിക്കുന്നു, എത്ര സമയം ആഗ്രഹിക്കുന്നു, മോൾഡ് ചെയ്യാൻ സാധിക്കും. ഇതും കൂടി കലയാണ്. ഇതാണ് കല.
आप बच्चे बुद्धि को जब चाहो जितना समय जहाँ सिद्ध करने चाहो वहाँ सिद्ध कर लो, यही सबसे बड़ी कला है. ഇനി നിങ്ങൾ കുട്ടികളുടെ കല എന്ന് പറയുന്നത് എന്താണെന്ന് ബാബ പറയുകയാണ്. താങ്കൾ കുട്ടികൾ ബുദ്ധിയെ എവിടെ ആഗ്രഹിക്കുന്നോ, താങ്കൾ കുട്ടികൾ ബുദ്ധിയെ എവിടെ ആഗ്രഹിക്കുന്നു, എത്ര സമയം എവിടെ സ്ഥിതി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ കുട്ടികൾ ബുദ്ധിയെ എവിടെ ആഗ്രഹിക്കുന്നു, എത്ര സമയം എവിടെ സ്ഥിതി ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അവിടെ സ്ഥിതി ചെയ്യാൻ സാധിക്കും. ഇതാണ് ഏറ്റവും വലിയ കല. ഇതാണ് ഏറ്റവും വലിയ കല. ഇസ് ഏക് കലാ സെ 16 കലാ സമ്പന്ന ബൻ ജായേംഗെ. ബാബ പറഞ്ഞു തരികയാണ്, ഈ ഒരു കലയിലൂടെ 16 കല സമ്പന്നരായി മാറും. ഈ ഒരേ ഒരു കലയിലൂടെ 16 കല സമ്പന്നരായി മാറും. ഏത് കലയാണ്, എപ്പോഴാണ്, എവിടെ ബുദ്ധിയെ നമ്മൾ എവിടേക്ക് എത്ര സമയം എവിടെ സ്ഥിതി ചെയ്യാൻ ആഗ്രഹിക്കുന്നു അവിടേക്ക് നമ്മൾ ബുദ്ധിയെ കൊണ്ടുപോവുക. ആ ഒരു കലയിലൂടെ നമ്മൾ 16 കല സമ്പന്നരായി മാറും. इसके लिए ऐसे उपराम और एवर रेडी बनो जो ऑर्डर प्रमाण 1 सेकंड में अशरीरी बन जाओ. ഇതിലേക്ക് വേണ്ടി അത്തരത്തിൽ ഉപരാമം പിന്നീട് എവർ റെഡിയായി മാറും. ഇതിലേക്ക് വേണ്ടി അത്തരത്തിൽ ഉപരാമം പിന്നീട് എവർ റെഡിയായി മാറും. എല്ലാറ്റിൽ നിന്നും ഭിന്നമായിട്ടും അതുപോലെ തന്നെ എവർ റെഡിയായി മാറും. ആരാണോ ഓർഡർ അനുസരിച്ച് 1 സെക്കൻഡിൽ അശരീരിയായിട്ട് മാറും. ഓർഡർ അനുസരിച്ച് 1 സെക്കൻഡിൽ അശരീരിയായി മാറും. യുദ്ധമേ സമയ ന ജായേ. യുദ്ധത്തിൽ സമയം പാഴാക്കരുത്, നഷ്ടപ്പെടുത്തരുത്. യുദ്ധത്തിൽ സമയം പോകരുത്. യുദ്ധം ചെയ്തുകൊണ്ട് നമ്മൾ സമയം കളയേണ്ട ആവശ്യം കൂടി വരുന്നില്ല. ബാബ പറയുകയാണ്, ഏതുപോലെ സർക്കസിൽ എന്ത് ചെയ്യും, സർക്കസുകാരൻ ഓരോ അഭ്യാസങ്ങൾ കാണിക്കും. അപ്പോൾ അവരുടെ ഓരോ അവയവങ്ങളൊക്കെ ചലിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ബാബ പറഞ്ഞു തരികയാണ്, അവരുടെ ഓരോ കലയും കർമ്മവും എന്തായി മാറുന്നു, കലയായിട്ട് മാറുന്നു. അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ബുദ്ധിയെ അത്രയും ഉപരാമാക്കി വെക്കണം, അത്രയും ഉയർന്ന അവസ്ഥയിലാക്കി വെക്കണം. സദാ എവർ റെഡിയാക്കി വെക്കണം. ഇത് വളരെ കാലത്തെ അഭ്യാസത്തിൻ്റെ കാര്യം കൂടിയാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെയും കൂടി അത് ആ ഒരേ ഒരു കലയായിട്ട് മാറുന്നു. അതും കൂടി ഒരു കലയായിട്ട് മാറുന്നു. ഈ ഒരേ ഒരു കലയിലൂടെ നമ്മൾ സത്യുഗത്തിൽ 16 കല സമ്പന്നരായിട്ട് മാറുന്നു. ദേവി ദേവതയുടെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറുകയാണ്, പരിവർത്തനപ്പെടുകയാണ്. ബാബ പറഞ്ഞു, ഉപരാമം പിന്നീട് എവർ റെഡിയായി മാറി ബുദ്ധിയിലൂടെ അശരീരി സ്ഥിതിയുടെ അഭ്യാസം ചെയ്യുന്ന സർവ കലകളാൽ സമ്പന്നരായി ഭവിക്കട്ടെ എന്ന്. स्लोगन, सरलता और सहनशीलता के गुण को धारण करने वाले ही सच्चे स्नेही और सहयोगी है. സരളതയുടെയും സഹനശീലതയുടെയും ഗുണത്തെ ധാരണ ചെയ്യുന്നവരാണ്. സരളതയുടെയും സഹനശീലതയുടെയും ഗുണത്തെ ധാരണ ചെയ്യുന്നവരാണ്. സത്യവും സ്നേഹിയും സഹയോഗികളും. സരളതയുടെയും സഹനശീലതയുടെയും ഗുണത്തെ ധാരണ ചെയ്യുന്നവരാണ് സത്യവും സ്നേഹികളും സഹയോഗികളുമായി മാറുന്നത്. സത്യമായിട്ടുള്ള സ്നേഹികളും സഹയോഗികളുമായി മാറുന്നത്. സരളതയുടെയും സഹനശീലതയുടെയും ഗുണത്തെ ധാരണ ചെയ്യുന്നവരാണ് സത്യമായ സ്നേഹികളും സഹയോഗികളുമായി മാറുന്നത്.
അവ്യക്ത സൂചനയാണ്. ഇസ് അവ്യക്തി മാസ് में बंधन मुक्त रह जीवन मुक्त स्थिति का अनुभव करो. ഈ അവ്യക്ത മാസത്തിൽ ബന്ധനമുക്തരായി ജീവൻ മുക്ത സ്ഥിതിയുടെ അനുഭവം ചെയ്യൂ. जो परमात्मा ज्ञानी बच्चे हैं उन्हें ज्ञान का फल मुक्ति और जीवन मुक्ति का वर्षा संगम पर ही प्राप्त होता है. ആരാണ് പരമാത്മാ ജ്ഞാനി കുട്ടികളായിട്ടുള്ളത്? ആരാണോ പരമാത്മാ ജ്ഞാനി കുട്ടികളായിട്ടുള്ളത് അവർക്ക് ജ്ഞാനത്തിൻ്റെ ഫലമായി മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും സ്വത്ത് സംഗമയുഗത്തിൽ തന്നെ പ്രാപ്തമാകുന്നു. ആരാണ് പരമാത്മാ ജ്ഞാനി കുട്ടികളായിട്ടുള്ളത് അവർക്ക് ജ്ഞാനത്തിൻ്റെ ഫലമായി മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും സ്വത്ത് സംഗമയുഗത്തിൽ തന്നെ പ്രാപ്തമാകുന്നു. ജ്ഞാൻ അർത്ഥാത് സമജ്. ജ്ഞാനം അർത്ഥമാണ് അറിവ്. ജ്ഞാനം അർത്ഥമാണ് അറിവ്. समझदार हर कर्म करते हुए सदा स्वयं को बंधन मुक्त सर्व आकर्षणों से मुक्त बनाने की समझ रखता है. അറിവ്. വിവേകശാലികൾ ഓരോ കർമ്മം ചെയ്തുകൊണ്ടും സ്വയത്തെ ബന്ധനമുക്തവും വിവേകശാലികൾ ഓരോ കാര്യവും ചെയ്തുകൊണ്ടും സ്വയത്തെ ബന്ധനമുക്തവും സർവ ആകർഷണത്തിൽ നിന്നും മുക്തരാക്കി മാറ്റാനുള്ള അറിവ് വയ്ക്കുന്നു. സർവരെയും സ്വയത്തെ ബന്ധനമുക്തവും സർവ ആകർഷണത്തിൽ നിന്ന് മുക്തരാക്കി മാറ്റാനുള്ള അറിവ് വയ്ക്കുന്നു. उनके हर संकल्प बोल कर्म संबंध और संपर्क में मुक्ति जीवन मुक्ति की स्टेज रहती है. അവരുടെ ഓരോ സങ്കല്പത്തിലും കർമ്മത്തിലും വചനത്തിലും സംബന്ധത്തിലും അവരുടെ ഓരോ സങ്കല്പത്തിലും വചനത്തിലും കർമ്മത്തിലും സംബന്ധത്തിലും സമ്പർക്കത്തിലും മുക്തി ജീവൻ മുക്തിയുടെ സ്റ്റേജ് ഉണ്ടാകുന്നു. ജിസ്കോ ന്യാര ഓർ പ്യാര കഹ്തേം. അതിനെയാണ് സ്നേഹിയും ഭിന്നവുമായി ഇരിക്കുന്നത് എന്ന് പറയുക. അതിനെയാണ് സ്നേഹിയും ഭിന്നവുമായിരിക്കുക, ഡിറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കുക എന്ന് പറയുക. ഓം ശാന്തി. ബാബ എന്ന് പറഞ്ഞു, അതായത് നമ്മൾ എപ്പോഴാണോ സ്വർഗത്തിലായിരുന്നത് അപ്പോൾ നമ്മൾ പ്രകാശത്തിലായിരുന്നു. ഇപ്പോഴെല്ലാ മനുഷ്യരും അന്ധകാരത്തിലാണ്. അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നിങ്ങൾ നടന്നു പോവുകയാണിപ്പോൾ. ബാബ ഏത് കഥയാണ് കേൾപ്പിച്ചു തരുന്നതെന്ന് ചോദിച്ചു. ഏത് കഥയാണ്? 84 ജന്മങ്ങളുടെ കഥയാണ് നമുക്ക് കേൾപ്പിച്ചു തന്നത്. ആരംഭത്തിൽ നമ്മൾ ദേവീ ദേവതകളായിരുന്നു. ആ സമയത്ത് ഒരേയൊരു ദേവീ ദേവത ധർമ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് 2 യുഗങ്ങൾക്ക് ശേഷം, സത്യയുഗം ത്രേതായുഗത്തിന് ശേഷം എന്ത് ആരംഭിച്ചു? ഭക്തി ആരംഭിച്ചു. അവിടെ നമ്മൾ ആ സമയത്ത് ധാരാളം അമ്പലങ്ങളുണ്ടാക്കി അനേകരെ നമ്മൾ പൂജിക്കാൻ തുടങ്ങി. ഇപ്പോൾ കുട്ടികൾ ബാബയെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ദുഃഖത്തെ ഹരിച്ച് സുഖം നൽകുന്നവനെ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബ പറയുകയാണ്, നിങ്ങളുടെ വിളി കേട്ട് ഞാനിപ്പോൾ ആഗതനായിരിക്കുകയാണ്, വന്നിരിക്കുകയാണ് എന്ന്. കൽപ്പകൽപ്പത്തേക്ക് ഓർമ്മിക്കേണ്ട ആവശ്യം കൂടി വരുന്നില്ല. ഈശ്വരീയ ജ്ഞാനത്തെ സ്മരിച്ച് സദാ ഹർഷിതരായിട്ട് ഇരിക്കണം. ദേഹധാരിയായിരിക്കുന്ന ഗുരുവിനെയും കൂടി ഓർക്കേണ്ട ആവശ്യമില്ല എന്ന് ബാബർ.
ബാബ 3 രൂപത്തിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ദേഹധാരി ഗുരുക്കന്മാരെ സ്വീകരിക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് വരുന്നില്ല എന്ന് ബാബ പറഞ്ഞു. ജ്ഞാനത്തെ സ്മരിച്ചുകൊണ്ട് ഇരിക്കുക, ഹർഷിതരായിട്ട് ഇരിക്കുക. എവരുടെയും അതെ, അത്രയും ഉപരാമായിട്ടുള്ള എവർ റെഡി സ്റ്റേജിലാണ് നമ്മൾ ഇരിക്കേണ്ടത്. അശരീരി സ്ഥിതിയുടെ അഭ്യാസം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാ കലകളാലും നമ്മൾ നിറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും. സർക്കസുകളിൽ അവരുടെ ഓരോ കർമ്മവും എന്തായി മാറുന്നു? കലയായിട്ട് മാറുന്നു. അവർ കാണിക്കുന്ന ഓരോ അഭ്യാസവും അവരുടെ ഓരോ അവയവങ്ങളുടെ ചലനവും എന്തായി മാറുന്നു? ഒരു കലയായിട്ട് മാറുന്നു. അതേപോലെ നമ്മളും എന്ത് ചെയ്യണം? എവിടെ ആഗ്രഹിക്കുന്നോ, എപ്പോഴാഗ്രഹിക്കുന്നോ നമ്മുടെ ബുദ്ധിയെ ആ എത്ര സമയം ആഗ്രഹിക്കുന്നു നമ്മുടെ ബുദ്ധിയെ അവിടെ സ്ഥിരമാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കണം. അപ്പം അതുകൂടി എന്താണ്? ഒരു വിശേഷമായിട്ടുള്ള കലയാണ്. ആ കല നമ്മൾ സ്വായത്തമാക്കുന്നതിലൂടെ നമ്മൾ 16 കല സമ്പന്നരായിട്ട് മാറും. യുദ്ധത്തിൽ സമയം പാഴാക്കി കളയേണ്ട ആവശ്യമില്ല എന്ന് ബാബ പറഞ്ഞു. ധാരാളം തെറ്റുകൾ മനുഷ്യൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. 84 ലക്ഷം ജന്മങ്ങളുണ്ടെന്ന് പറഞ്ഞു. ആയുസ്, കൽപ്പത്തിൻ്റെ ആയുസ് 84 ലക്ഷമാണെന്ന് പറഞ്ഞു. നായയിലും പൂച്ചയിലും കഴുതയിലുമൊക്കെ മനുഷ്യരുണ്ട്, ഭഗവാനുണ്ട് എന്ന് പറഞ്ഞു. ധാരാളം രീതിയിൽ പൂജിക്കാൻ തുടങ്ങി. ആദ്യം അവ്യഭിചാരി ഭക്തിയായിരുന്നു, പിന്നീട് ദേവീദേവതകളെ പൂജിക്കാൻ തുടങ്ങി. പിന്നീട് എന്ത് ചെയ്തു? ഇടവഴികളിൽ, 3 കൂടിയ സ്ഥലത്ത് ഇടവഴികളിൽ ഒരു മൺചിരാത് കത്തിച്ച് അതിന് എണ്ണയൊഴിച്ചിട്ട് പൂജിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ബാബ പറയുകയാണ്, പിന്നീട് ചിത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള പൂജ കൂടി, മനുഷ്യരുടെ ചിത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള പൂജ കൂടി ആരംഭിച്ചു. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതിനൊന്നും ഒരു പ്രാപ്തി ഉണ്ടാകുകയില്ല എന്ന് ബാബ പറഞ്ഞു തന്നു. അതെ അതെ. എവരുടെയും ഉപരാം സ്ഥിതി ഉണ്ടായിരിക്കണം. ഓം ശാന്തി.